രാജ, എഫ് രാജ, എസ് രാജേന്ദ്രൻ പേരുകൊണ്ട് സാദൃശ്യമുള്ള സ്ഥാനാർത്ഥികളെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം മണ്ഡലം. പേരിൽ കാര്യമില്ലെന്നും ചിഹ്നം നോക്കിയ ആളുകൾ വോട്ട് ചെയ്യുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി എഫ് രാജ പറയുന്നു. നിയമസഭയിലേക്ക് എഫ് രാജയുടെ കന്നി അംഗം കൂടിയാണിത്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൊടുക്കാം. പേരുകൊണ്ട് രാജാക്കന്മാരായ 3 പേരാണ് ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. LDF-ൽ നിന്നും എ രാജ, UDF-ൽ നിന്നും നമ്മുടെ കൂടെയുള്ള എഫ് രാജ, NDA-യിൽ നിന്നും മുൻ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ. ഈ പേരിലെ സാദൃശ്യം ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? അത് ഒരു ദോഷം ചെയ്യൂല. രാജ എന്ന് പറഞ്ഞാൽ രാജ തന്നെയാണ്. പക്ഷേ ഇപ്പം ജയിക്കാൻ പോണത് എഫ് രാജയാണ്. കാരണം കൈപ്പത്തി അടയാള ചിഹ്നത്തിൽ ഈ പൊതുജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഈ പ്രാവശ്യം വന്ന് കൈപ്പത്തി അടയാള ചിഹ്നത്തിൽ വോട്ടിട്ട് എന്നെ 100% ജയിപ്പിക്കുമെന്ന് ഞാൻ ജനങ്ങളോട് പറയുവാണ്. ഈ LDF-ന്റെ ഉറച്ച മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും വോട്ട് തേടാൻ പോകുന്നത്? ഈ നിയോജക മണ്ഡലത്തിൽ എൻ്റെ പാർട്ടി എന്നെ ഇവിടെ നിർത്തിയേക്കുവാണ്. ഞാൻ വന്ന് ഈ പൊതുജനങ്ങളിൽ കാര്യങ്ങൾ വന്ന് ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്നാണ് അത് പറഞ്ഞ് ജനങ്ങളുടെ അടുത്ത് നാം മുമ്പിൽ പോകും. ജനങ്ങൾ വന്ന് എന്നെ ജയിപ്പിക്കുകയും ചെയ്യും. ആ ഉത്തരവാദിത്തം ജനങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. 100% ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ടാണ് താങ്കൾ വരുന്നത്. അപ്പോൾ മണ്ഡലത്തിലും ഒരു പുതുമുഖമാണെന്നാണോ ആളുകൾ വിചാരിക്കുക? അതിനെ എങ്ങനെ മറികടക്കും? എന്നെ എഫ് രാജ എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും, കൊച്ചു പിള്ളേർ തൊട്ട് എന്നെ അവർക്ക് അറിയാം. എന്നെ ഞാൻ ഒന്നും കൂടി പറയുക, എന്നെ ജയിപ്പിക്കും. കാരണം ഞാൻ സത്യസന്ധമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ പ്രവർത്തനം ചെയ്യും. എന്താണെങ്കിലും പേരിൽ രാജയുള്ള 3 പേരാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. രാജകീയ പദവിയിലേക്ക് ഏത് രാജയാണ് എത്തുന്നതെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, ഇടുക്കി.